സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാൻ വളരെ വേദനകരമായ മറ്റൊരു വീഡിയോസുമായിട്ടാണ് സുഹൃത്തുക്കളെ മുമ്പിലെത്തുന്നത്. കാരണം തൃശ്ശൂർ ജില്ലയിൽ 78 വയസ്സുള്ള രവീന്ദ്രൻ എന്ന ഒരച്ഛൻ ഇന്നലെ വൈകുന്നേരത്തെ 7 മണിക്ക് നമ്മുടെ വടക്കഞ്ചേരിയുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതായി കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മക്കൾ, കുടുംബം എന്നെ കൈവിട്ടു, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ സ്വത്തുക്കളും പണങ്ങളും എല്ലാം പോയി, ഞാനിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വിഷമകരമായ ഒരവസ്ഥയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തുന്ന മക്കൾ വേർവിട്ട് നമ്മൾ ഒറ്റപ്പെടുത്തി നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന വളരെ സങ്കടകരമാണ്. ഇനിയും നമ്മളെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉപേക്ഷിക്കരുതും എന്നെപ്പോഴും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാറ്. കാരണം ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് ജീവിച്ച് മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനസ്കരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരെയൊക്കെ കൈവിട്ടു പോകുമ്പോൾ അവർ വേദനിക്കുന്ന വേദനകൾ നിസ്സാരമല്ല, ഒരുപാടാണ്. ആ അച്ഛൻ എന്താണ് ഇവിടെ വന്ന് പെടാൻ കാരണം, എന്തൊക്കെയാണ് അവസ്ഥകൾ, എന്താണ് അച്ഛന് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, നമ്മുടെ അച്ഛൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അച്ഛൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രവീന്ദ്രൻ. എത്ര വയസ്സായി? 78 വയസ്സ്. 78 വയസ്സായി അല്ലേ? എവിടെ വീട്? വീട് മണ്ണൂത്തിയിലായിരുന്നു. അവിടുന്ന് വീട് വിറ്റിട്ട് വേറെ സ്ഥലങ്ങളിൽ വാടക വീടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര മക്കളാണ്? 2 മക്കളായിരുന്നു. ഒരാളും മരിച്ചു, ഒരാളിപ്പോ ഉണ്ട്. ഒരാളുണ്ട്. ഭാര്യയുണ്ട്. ഇപ്പം സ്വന്തം വീട് പണിയാണ് അല്ലേ? പണിയാണ്. ഇപ്പൊ എന്താണ് അവിടുന്ന് ഇറങ്ങാൻ കാരണം? വീട് വിട്ട് ആ പുതിയ വീട്ടിലേക്ക് എന്നെ കയറ്റൂല എന്ന് പറഞ്ഞു. അമ്മയും അവളും പറഞ്ഞു, മോനും പറഞ്ഞു. ഭക്ഷണങ്ങളൊന്നും തരത്തില്ലേ? ഭക്ഷണം 1 മാസമായിട്ട് ഒരു ഭക്ഷണവും കിട്ടാറില്ല, തരുന്നില്ല. അവര് വെക്കുന്നുണ്ട്, അവര് കൊണ്ടുപോയി റൂമിൽ വെച്ച് പൂട്ടി അവര് സമയാസമയങ്ങളിൽ കഴിക്കും. ഞാൻ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുകയായിരുന്നു. അതെ. അപ്പൊ അച്ഛന്റെ വീടും സ്വത്തുക്കളും ഒക്കെ അവർ മേടിച്ചെടുത്തോ? എന്റെ സ്വത്ത് കൊടുത്ത കാശ്, വിറ്റ പൈസ, സ്ഥലം വിറ്റ പൈസ 65,000 രൂപ കൊടുത്തു. 65 ലക്ഷത്തിന് കൊടുത്തു. അതൊക്കെ അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അത് ബാഗിലിട്ടിട്ടാണ് കഴിച്ചരുത്, അതിന്റെ പലിശ കൊണ്ട്. അതിപ്പോ വീട് പണിതപ്പോ കുറച്ച് കാശൊക്കെ മിൽക്കിലേക്ക് കയറി. അതെ, എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. ഇപ്പൊ അവസാന ഘട്ടം എത്തിയപ്പോ അച്ഛൻ എന്താണ് ഈ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വന്ന് പെട്ടത്? ഞാൻ വന്ന് പെട്ടത്, ഇവിടുത്തെ നമ്പർ എനിക്ക് അറിയായിരുന്നു. ആ നമ്പർ അത് എന്റെ അനിയൻ. എന്താ ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ അതെ. അനിയന്റെ പേരെന്താണ്? രാമനുണ്ണി. രാമനുണ്ണിയേട്ടൻ തന്നാണ് ഇവിടെ എത്തുന്നത്. അതെ. ഈ രാമനുണ്ണിയേട്ടൻ നമ്പർ കൊടുത്തിട്ടാണ് ഇദ്ദേഹം വന്നത്. ഇവിടെ വന്നപ്പോൾ സ്ഥാപനം അറിയാൻ പറ്റാണ്ട് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് കിടന്ന് കറങ്ങുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടാണ് അച്ഛനെ കൊണ്ടുവന്ന് അച്ഛൻ ഇപ്പം ഇന്നലെ വൈകുന്നേരത്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ അച്ഛൻ്റെ അവസ്ഥകളൊന്നും ഞങ്ങൾക്ക് പ്രേക്ഷകർ തരാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം എന്താണ് നോക്കാം. ഇന്നലെ അനാഥാലയത്തിൽ പോയില്ലേ? എങ്ങനെയുണ്ട് അവിടെ യാതൊരു കുഴപ്പമില്ല. ഞാൻ മരണം വരെ അവിടെ ഉണ്ടാവും. ഞാൻ ആര് വിളിച്ചാലും ഞാൻ പോവില്ല. അച്ഛന് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സാഹചര്യവും എല്ലാം ഇഷ്ടപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു അച്ഛന്. കാരണം ഒറ്റപ്പെടുന്ന മക്കൾ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന മക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള നന്മയേറിയ മനസ്സിൻ്റെ ഈ പ്രായം ചെന്ന വ്യക്തിത്വമുള്ള വ്യക്തികളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മകനെതിരെ. പരാതി കൊടുത്തിട്ട് അതിനൊരു നീതി അദ്ദേഹത്തിന് കിട്ടിയില്ല. അവസാനം ഈ പരാതി പേപ്പറും ഡ്രൈവിംഗ് ലൈസൻസോട് കൂടിയാണ് ഇദ്ദേഹം പുറപ്പെട്ടത്. പരാതി കൊടുത്തിട്ടും നീതി കിട്ടാണ്ട് ഇനി ഒരു മേലധികാരിയിൽ നിന്ന് ഇദ്ദേഹത്തിന് നീതി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് അല്ലേ? അതെ. പരാതി കൊടുത്തിട്ട് പറഞ്ഞു. ആര് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ അവരെന്താ പറഞ്ഞ? അവര് എനിക്ക് അനുകൂലമായിട്ടൊന്നും പറഞ്ഞില്ല. പെണ്ണും മോനും പറഞ്ഞതൊക്കെ സ്വീകരിച്ചു. എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കളക്ടറേറ്റ് കോടതിയിൽ കേസ് കൊടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇനി ഇതിലും കൂടുതൽ നീതി കിട്ടണമെങ്കിൽ. എനിക്ക് അതിനുള്ള കാശൊന്നുമില്ല. ഞാൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് പോന്നു, സ്വന്തം ഇഷ്ടപ്രകാരം. അതെ. ഈ വീഡിയോ കണ്ടല്ലോ. കാരണം ഇതേപോലെ പരാതി കൊടുത്തിട്ട് മേലധികാരികളിൽ നിന്നും ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതി അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ, മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ രാത്രി ഇവിടുന്ന് ഇന്നലെ വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് വീട് വിട്ടിറങ്ങിയ ഇദ്ദേഹം ഇന്ന് വരെയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൊച്ചു ഫോണുണ്ട്. ആ
ആ ഫോണിൽ ഒരു മക്കളോ ഭാര്യയോ കുടുംബോ ആരും വിളിച്ച് അന്വേഷിച്ചില്ല. ഇല്ല ഇവിടെ ഈ രാമനണി ഇന്നലെ വിളിച്ചു. അതെ. മക്കളോ ഇല്ല ഇല്ല ആരും വിളിച്ചിട്ട് ഈ അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് പോലും അന്വേഷിച്ചില്ല. ഇന്നിപ്പോൾ ഈ നമ്മുടെ വൃദ്ധസദനത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഞാൻ പറയാനുള്ളത്, നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തിയ മക്കൾ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് ചിന്തിക്കണം. എത്രയൊക്കെ നമ്മൾ മുന്നിൽ വളർന്നു പോയാലും നാളെ നമുക്കും ഈ അവസ്ഥ ഉണ്ടാവും. നമുക്കിനി ഈ ലോകത്ത് എത്ര പേര്, എത്ര സാമ്പത്തികം, എത്ര വരുമാനം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലാസ്റ്റ് നമുക്ക് അവശേഷിക്കുന്ന ഒരു പേരായിരിക്കും നമ്മുടെ ലോകത്ത്. അതെന്താണെന്നറിയാം? ആദരാഞ്ജലി. അവസാനം എല്ലാ മനുഷ്യനും കിട്ടുന്ന ഒരു പേരാണ് ആദരാഞ്ജലി. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ വ്യക്തികൾക്ക്, ആ വ്യക്തിത്വത്തിന് കിട്ടുന്നത് ലോകത്ത് ദൈവം സൃഷ്ടിച്ച ഒരു പേരാണ് ആദരാഞ്ജലി. മറക്കരുത്. എന്താ കാരണം എന്നറിയാം? ഇനി നാളെ കൂട്ടിപ്പിടിച്ചാൽ ഈ അച്ഛൻ മക്കൾക്കൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കില്ല. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്തരത്തിൽ ഇനി ഒരു മാതാപിതാക്കൾക്ക് സംഭവിക്കരുത്. സംഭവിപ്പിക്കുന്നവരൊന്നും മക്കളല്ല. അവരുടെ മക്കളായിരുന്നെങ്കിൽ ഇതേ കണക്കത്തെ ഒരു നിരപരാധിയായ 78 വയസ്സ് ഉള്ള അച്ഛനെ ആരും ഉപേക്ഷിക്കില്ല. പ്രേക്ഷകരെ, ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇനിയും മറ്റു വീഡിയോസുമായി ഉടൻ ഞങ്ങൾ എത്തും. ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.